എല്ലാവരും സുഖമായി ഹാപ്പി ആയിരിക്കുകയെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളിവിടെ ഹാപ്പി ആയി പോകുന്നുണ്ട് കേട്ടോ. ഇന്ന് ഗൗരിൻ്റെ സ്കൂളിൽ കൾച്ചറൽ ഫെസ്റ്റാണ്. ഗൗരി ഡാൻസിനുണ്ട്, ഫാൻസി ഡ്രസ്സിനുണ്ട്, പാട്ടിനുണ്ട്. ടെൻഷൻ ഇല്ലയെന്ന് പറഞ്ഞാൽ കള്ളായി പോകും. അത്യാവശ്യം ടെൻഷനിലുണ്ട് കേട്ടോ. എണീക്കുന്നില്ലേ? പരിപാടി ഇല്ലെന്ന് ടെൻഷനുണ്ടാ? ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഇങ്ങനെ അറിയുന്ന പോലെ കളിച്ചാൽ മതി കേട്ടോ. എനിക്ക് അത്യാവശ്യം ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ ഓളെ ടെൻഷൻ എടുപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു മോൾക്ക് അറിയുന്ന പോലെ കളിച്ചാൽ മതി, തെറ്റിപ്പോയാലും സാരില്ല, അറിയുന്ന എന്തെങ്കിലും സ്റ്റെപ്പ് ഇട്ടോ എന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഫാൻസി ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലക്കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പകുതി ഞാൻ എഴുതിയിട്ട് പകുതി വരെ ഇന്നലെ രാത്രിക്ക് ആക്കി വെച്ചാൽ പിന്നെ ഒട്ടും പറ്റുന്നില്ല. 12 മണിയെല്ലാം കഴിഞ്ഞു. എല്ലാം കഴിയുമ്പോൾ പിന്നെ രാവിലെ എണീക്കേണ്ടതെന്ന് വെച്ചിട്ട് പകുതിക്ക് വെച്ച് നിർത്തിയതാണ്. ബാക്കി അനീഷേട്ടൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കളറെല്ലാം കൊടുത്തിട്ട്. അപ്പോൾ സാധനങ്ങളെല്ലാം സെറ്റാണ്. മയിൽപ്പീലി ഉണ്ട്, ഓടക്കുഴലുണ്ട്, ഇതെല്ലാം ഡാൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇന്നലെ നമ്മൾ ഇന്നലെ അല്ല കഴിഞ്ഞൊരു വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡ്രസ്സ് എടുത്തിട്ട് വന്നത്. അതെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഗൗരീൻ്റെ ഡാൻസ്. ഹരഹര നന്ദകിഷോര ഹര എന്ന് പറഞ്ഞിട്ടൊരു ഗുരുവായൂരപ്പൻ്റെ പാട്ടാണ് കേട്ടോ. അപ്പോൾ ഗൗരി നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി കാണുമ്പോൾ തന്നെ. സെക്കൻഡ് പ്രൈസും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു ഫോക്ക് ഡാൻസിനാണ് കിട്ടിയിട്ടുണ്ടായത്. ആ കുട്ടി നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൗരി സ്റ്റെപ്പ് ഒന്നും തെറ്റിച്ചിട്ടുണ്ടായിട്ടില്ല. ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മേക്കപ്പ് ചെയ്യുന്നതും ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്നതെല്ലാം ഒന്ന് കാണിക്കണം എന്നല്ല ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പാരൻസിനെല്ലാം അറിയാമല്ലോ, ഒരു ഡാൻസ് പ്രോഗ്രാം എന്തായിക്കോട്ടെ സ്കൂളിലെല്ലാം ഇങ്ങനെ പരിപാടി ഉണ്ടാകുമ്പോൾ അതും പ്രത്യേകിച്ച് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണം മേക്കപ്പ് എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഡാൻസ് തന്നെ ഞാനല്ല ഷൂട്ട് ചെയ്തത്, അനീഷേട്ടനാണ് ഷൂട്ട് ചെയ്തത്. എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിട്ടില്ല. എനിക്കെന്തോ ഭയങ്കര ടെൻഷനായിരുന്നു. ഗൗരി കഴിഞ്ഞ വർഷം പോലെയല്ല, ഗൗരിക്ക് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഒന്നാമത് എന്താ അറിയോ, ഈ പാവാട കുറച്ച് ഇറക്കം കൂടുതലുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഇറക്കം കുറച്ച് കൊടുത്തത്. അപ്പോൾ അത് കുടുങ്ങിയിട്ട് 2 പ്രാവശ്യം വീണിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഗൗരിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു. പക്ഷെ മോൾ നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഇത് പിന്നെ ഫാൻസി ഡ്രസ്സിന് മദർ തെരേസ ആയിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് ഫസ്റ്റ് പ്രൈസാണ് കിട്ടിയിട്ടുണ്ടായത്. നമ്മൾ ആ പ്ലക്കാർഡെല്ലാം ഉണ്ടാക്കി അത്രയും കഷ്ടപ്പെട്ടിട്ട് ഓരോന്ന് ചെയ്ത് കൊടുത്തതിന് ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗൗരി നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടീനെ എടുത്തിട്ടും ഈ പ്ലക്കാർഡ് പിടിച്ചിട്ടെല്ലാം ഉള്ളത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൗരി. ഇംഗ്ലീഷും മലയാളം ആക്ഷൻ സോങ്ങിനും ഗൗരി ഉണ്ടായിരുന്നു. അതിൽ മലയാളം ആക്ഷൻ സോങ്ങിന് ഗൗരിക്ക് തന്നെയായിരുന്നു ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. So first prize Gauri Parvati. Parvati also shares the second prize for solo dance. So the first prize Gauri Parvati, please come up. ഇന്ന് UKGൻ്റെ കൾച്ചർ ഫെസ്റ്റ് മാത്രമേ ഉള്ളൂ. LKGൻ്റെ ഇന്നലെ തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയാകുമ്പോഴേക്ക് തന്നെ പരിപാടിയെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ വന്നത് കണ്ണൂർ തവക്കര ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്കാണ്. കാരണം വെച്ചാൽ അമ്മ പോവാന്ന്. അമ്മ ഇന്നലെ വന്നതായിരുന്നു. അമ്മ തിരിച്ചു പോവാന്ന്. അപ്പോൾ അമ്മേനെ ബസ് കയറ്റാൻ വേണ്ടി വന്നേ. അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. ഫുഡ് വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് ഒരു MR റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആണ് കേട്ടോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായത്. ഭക്ഷണം കഴിച്ചിട്ട് അമ്മേനെ ബസ്സും കയറ്റിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. എല്ലാം അലങ്കോലമായിട്ട് കിടക്കുന്നു. രാവിലെ എല്ലാം വലിച്ചു വാരിയിട്ട് അതും ഇതും പറക്കി വെച്ചിട്ടെല്ലാം പോയതല്ലേ. അപ്പോൾ അതുകൊണ്ട് അടിച്ചു വാരലൊന്നും നടന്നിട്ടുണ്ടായിട്ടില്ല രാവിലെ. അപ്പോൾ ഞാൻ വന്ന് ഡ്രസ്സെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്ത് അപ്പം തന്നെ ക്ലീനിങ്ങിലേക്ക് ഇറങ്ങിയാന്ന് എല്ലാം നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ പ്ലക്കാർഡില്ലേ, അത് വന്നപ്പോൾ തന്നെ ഗൗരി അതിൻ്റെ ഒരു നല്ല കട്ടിയുള്ളൊരു പേപ്പറിൽ ഒട്ടിച്ച് കൊടുത്തതായിരുന്നു. അതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ താഴെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്രയും കഷ്ടപ്പെട്ടല്ലേ, അപ്പോൾ അത് കളയാൻ തോന്നിയില്ല, അതങ്ങനെ എടുത്തു വെച്ചതാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ രാത്രിക്കേക്കിൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. എനിക്കും ഭയങ്കര തലവേദനയിലായിട്ട് ഒന്ന് കിടന്നാൽ മതി എന്നുണ്ടായിരുന്നു. ഗൗരി ഒന്ന് ഒരു ടെൻഷൻ ഫ്രീ ആയ പോലെ തോന്നിയിട്ടാണ്. ഗൗരിക്ക് സത്യം പറഞ്ഞാൽ ഈ സെമി ക്ലാസിക്കൽ ഡാൻസിനോട് താല്പര്യമേ ഇല്ല. പിന്നെ നമുക്ക് അങ്ങനത്തെ ഡാൻസ് അല്ലല്ലേ സ്കൂളിൽ കളിക്കാൻ പറ്റൂ. ഫാസ്റ്റ് നമ്പറാണ് ഗൗരീൻ്റെ താല്പര്യമുള്ള വിഷയം. ശരിക്കും ഈ നവരാത്രിക്ക് ഞാൻ ഗൗരീനെ ക്ലാസിക്കൽ ഡാൻസിന് ചേർക്കണം എന്ന് വിചാരിച്ചാൽ പക്ഷേ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചു. ഫാസ്റ്റ് നമ്പേഴ്സ് എല്ലാം പഠിപ്പിക്കുന്ന സ്കൂൾ ഉണ്ടാവുമല്ലോ, അവിടെ ചേർക്കാമെന്നാണ് വിചാരിക്കുന്നില്ലത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.